വീണ്ടും ഒരു ഡിസംബർ 6 കടന്നു വന്നിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും അധ്യായങ്ങളിലെ കറുത്ത ദിനം. അംബേദ്കറിന്റെ മരണത്തിനും ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്കും ഇന്ത്യ സാക്ഷിയാകേണ്ടി വന്ന ദിനം. സുപ്രീം കോടതിയിൽ ദീർഘകാലം ജസ്റ്റിസായിരുന്ന RF നരിമാൻ ബാബരി കേസിലെ വിധിയെക്കുറിച്ച് പറഞ്ഞത് ദ ഗ്രേറ്റ് ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്നാണ്. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ നീതിയുടെ ചരിത്രത്തിലെ മഹാ അസംബന്ധം എന്ന്. ദി ലോങ്കസ്റ്റ് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഇൻ ഇന്ത്യ എന്നാണ് ബാബരി കേസ് അറിയപ്പെടുന്നത്. അവസാനം വിധി വന്നപ്പോൾ ബാബരി മസ്ജിദിനകത്ത് 949 വിഗ്രഹം വെച്ചതും 1992 ബാബരി മസ്ജിദ് തകർത്തതും ഇല്ലീഗലാണെന്ന് രേഖപ്പെടുത്തിയ അതേ കോടതി തന്നെ ബാബരി മസ്ജിദ് തകർത്തവർക്ക് വിട്ടുകൊടുക്കുന്ന വിചിത്രമായ വിധിയാണ് ലോകം കാണേണ്ടി വന്നത്. RF നരിമാൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1991 പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് ശക്തമായി രാജ്യത്ത് നടപ്പിലാക്കണം എന്നുള്ളതാണത്. 991 വരെ ഒരു ആരാധനാലയം ഏതൊരു രീതിയിലാണോ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ സ്റ്റാറ്റസ് അങ്ങനെ തന്നെ തുടരാൻ അതിനെ അനുവദിക്കണം എന്നുള്ളതാണത്. അയോധ്യ തോ ബസ് ജാൻകി ഹേ, കാശി മധുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യം 1992 ബാബരി മസ്ജിദ് തകർത്തപ്പോഴും അതിനുശേഷവും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. 3000-ഓളം പള്ളികൾ അമ്പലങ്ങളായിരുന്നുവെന്നും അത് ഞങ്ങൾ തകർക്കുമെന്നും അവകാശപ്പെട്ട വർഗീയ സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകരരുത്. ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് രാജ്യത്ത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മുസ്ലിം സമുദായത്തിനേക്കാളേറെ ആ നീതി നിഷേധത്തിനെതിരെ ശബ്ദിച്ചത് ഇന്നാട്ടിലെ അമുസ്ലിം സഹോദരങ്ങളായിരുന്നു എന്നുള്ളതാണ്. രാജ്യത്തിപ്പോഴും മതനിരപേക്ഷതയുടെ കണികകൾ ബാക്കിയുണ്ട് എന്ന് ഈ സംഭവം തെളിയിക്കുന്നു.